ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയായ പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനത്തിനുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. രൂപീകരണ യോഗ ഉദ്ഘാടനം അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA നിർവഹിച്ചു. ഒറ്റപ്പാലത്തെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം നൽകാൻ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ മുഖച്ഛായ മാറുന്നു. 13.36 കോടി രൂപ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ OP കാഷ്വാലിറ്റി ബ്ലോക്കുകൾ മെയ് 18 രാവിലെ 11:30 കേരള ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. 18,804 സ്ക്വയർ മീറ്ററിൽ 3 നിലകളോടെയാണ് കെട്ടിടം സജ്ജമാക്കിയത്. OP കാഷ്വാലിറ്റി ആൻഡ് ഡയഗ്നോസ്റ്റിക് കെട്ടിടം, ലാബ്, ECG, OP കാഷ്വാലിറ്റി സൗകര്യങ്ങൾ എന്നിവയാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നത്. ഉദ്ഘാടനത്തിന്റെ വിജയത്തിനായി ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി ചെയർപേഴ്സണായും DMO KR വിദ്യ കൺവീനറുമായ 501 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗം അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ഹാളിൽ ചേർന്ന യോഗത്തിൽ ചെയർപേഴ്സൺ K ജാനകി ദേവി അധ്യക്ഷയായി. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ്, നഗരസഭാ വൈസ് ചെയർമാൻ K രാജേഷ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ K അബ്ദുൽ നാസർ, T ലത, ഫൗസിയ ഹനീഫ, മുൻ MP S അജയകുമാർ, താലൂക്ക് ആശുപത്രി സെക്രട്ടറി KR ശ്രീലത, ഡെപ്യൂട്ടി DMO ഡോക്ടർ കാവ്യ കരുണാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കിഫ്ബി പദ്ധതിയിൽ 13 കോടിയോളം രൂപ ചെലവഴിച്ച് പണി പൂർത്തീകരിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന മെയ് മാസം 18 തീയതി രാവിലെ 11:30 കേരളത്തിൻ്റെ ബഹുമാന്യയായ ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യുകയാണ്. ആ പരിപാടി നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒന്നായി മാറേണ്ടതുണ്ട്. TCV ന്യൂസ്, ഒറ്റപ്പാലം.